ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ്, ഒരു ഫൺ, എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മമ്മിയാണ്. നേരത്തെ ഒരു വീഡിയോയിൽ മമ്മി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് റൗണ്ടായിട്ടാണ് മമ്മി ഇന്ന് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് മൈ ഫേവറേറ്റ്, എനിക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളത് അത് മമ്മിനെ കൊണ്ട് പറയിപ്പിക്കുക. മമ്മിക്ക് എന്നെ എത്രത്തോളം അറിയാം എന്നൊരു റൗണ്ടാണ്. ജസ്റ്റ് ബേസിക് ആയിട്ടത് എല്ലാവർക്കും അത് അറിയാൻ പറ്റും, എല്ലാ മമ്മൾക്കും അറിയാൻ പറ്റും മക്കൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, ഇഷ്ടക്കേട്. സെക്കൻഡ് റൗണ്ട് എന്ന് വെച്ചാൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, ഇഷ്ടക്കേട്. അത് മമ്മിക്ക് എന്നെ എന്തൊക്കെയാണ് ഇഷ്ടം, മമ്മിക്ക് എന്നിൽ എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത്, അത് കുറെ ഉണ്ടാവും. അതാണ് സെക്കൻഡ്. തേർഡ് റൗണ്ട് എന്ന് വെച്ചാൽ മമ്മി ആൻഡ് മീ, അത് എനിക്കും മമ്മിയും തമ്മിൽ എത്രത്തോളം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ആണ്, എത്രത്തോളം നമുക്ക് തമ്മിൽ അറിയാം എന്ന റൗണ്ടാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് വളരെ ബേസിക് ആയിട്ട് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടൊക്കെ കുറച്ച് മമ്മിയുടെ മനസ്സിലിപ്പോ എല്ലാം നമുക്ക് ചോർത്തെടുക്കാൻ പറ്റിയ റൗണ്ടാണ്. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആകാണ്ട് വീട്ടിലേക്ക് കിടക്കാം. സോ ആർ യു റെഡി മമ്മി? റെഡി. സോ ഓൾറെഡി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം മമ്മി എത്ര കറക്റ്റ് ആക്കും, ആക്കില്ല, പണിഷ്മെന്റ് ഒക്കെ ഉണ്ടാവും. നോക്കാം, മനസ്സിലിട്ട് നോക്കാം എന്നെ കുറിച്ച് എന്തൊക്കെയാണ് മമ്മി വിചാരിച്ചേക്കണെന്ന്. സോ റൗണ്ട് നമ്പർ 1, മൈ ഫേവറേറ്റ്. സോ മൈ ഫേവറേറ്റ് കളർ റെഡ് ആൻഡ് ബ്ലാക്ക്. റെഡ് ആൻഡ് ബ്ലാക്ക് ഉറപ്പാണ്? ഉറപ്പ്. ഓക്കെ, കറക്റ്റ് ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. എൻ്റെ എല്ലാ ഡ്രസ്സിലും റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താവും എപ്പോഴും ഷെയ്ഡ്. മൈ ഫേവറേറ്റ് ഡ്രസ് ചെറിയ ഫ്രോക്ക്. എൻ്റെ ഫ്രണ്ട്സിന് അറിയാൻ പറ്റും എൻ്റെ എല്ലാ ഡ്രസ്സിലും എന്താ പറയുക, ചെറിയ ഫ്രോക്ക് അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ ഇടുന്നത്. മൈ ഫേവറേറ്റ് ഫുഡ്, അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഞാൻ എല്ലാ ഫുഡും കഴിക്കണ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ ബിരിയാണി. യെസ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. എന്നാലും എല്ലാ ഫുഡും കഴിക്കും കേട്ടോ. മൈ ഫേവറേറ്റ് പ്ലേസ് ഡൽഹി. ഡൽഹി അതെല്ലാവർക്കും അറിയാം. അമ്മക്ക് മാത്രമല്ല, എന്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും കസിൻസിനും നെയ്ബേഴ്സിനും എല്ലാവർക്കും അറിയാം. എനിക്ക് വെക്കേഷൻ വന്നാൽ ഞാൻ ആദ്യം പോണത്, ദേശത്തും പോകാറില്ല, ആദ്യം പോകുന്നത് ഡൽഹിയിലാണ്. പപ്പയുടെ നാട്ടിൽ പോകും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മൈ ഫേവറേറ്റ് പേഴ്സൺ, എനിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? പപ്പ. പപ്പയാണ് എല്ലാവർക്കും ഇഷ്ടം, അതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. മൈ ഫേവറേറ്റ് ഫിലിം, ഏത് സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആ സിനിമ എത്ര പ്രാവശ്യം കണ്ടാലും ഞാൻ ബോറടിക്കൂല, അങ്ങനത്തെ ഒരു ഫിലിം ഏതായിരിക്കും? കുറച്ച് മമ്മിക്ക് അറിയാം, മമ്മി എപ്പോഴും ഈ ഫിലിം എന്റെ പെണ്ണ് കാണാറുള്ളതാണ്. മമ്മിക്കും ഇഷ്ടമാണ് ഈ ഫിലിം, മമ്മി എന്തായാലും പറയണം. ഒരിക്കലും മോഹൻലാല മമ്മൂട്ടിയാ? അങ്ങനെയൊന്നും ഇല്ല. പിന്നെ മമ്മി ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി നമ്മൾ എന്റെ കൂടി കണ്ടേ ഉള്ളൂ, ഉച്ചക്കാണ് കണ്ടത്. മമ്മിക്ക് ഇഷ്ടമാണ്, മമ്മിക്ക് ആ സിനിമയുടെ ഒരു പകുതി ആകുമ്പോ ഭയങ്കര ചിരിയായിരിക്കും. ഏത് ഫിലിമാണ് മമ്മിക്ക് ഇഷ്ടമുള്ള നടനും കൂടി ആ സിനിമയിലുണ്ട്. സുരേഷ് ഗോപി അല്ല. ടിക് ടിക് 1 2 3 4 5 തോറ്റാ? അനാർക്കലി. അപ്പൊ ഫിലിം പോയിട്ടാണ്. മൈ ഫേവറേറ്റ് ആക്ടർ പൃഥ്വിരാജ്. എന്റെ ഫേവറേറ്റ് ആക്ടർ നിന്റെ? ഷാരുഖ് ഖാൻ. നടി കാജോൾ. യെസ്. അപ്പൊ ഫേവറേറ്റ് റൗണ്ടില് 1 2 3 4 5 6 7 8 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച് അതിൽ മമ്മി 7 എണ്ണം കറക്റ്റാക്കി. അത് കാരണം പണിഷ്മെന്റ് കൊടുക്കണ്ട, നല്ല മഴ പെയ്യുന്നുണ്ട്, ഞാൻ
സോ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് മൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. എന്റെ മാത്രമല്ല, മമ്മിക്കും എന്നെ എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടക്കേട് എല്ലാം നമുക്ക് മനസ്സിൽ ഇപ്പൊ എന്തൊക്കെയാണ് എല്ലാം നമുക്ക് ചോർത്തിയെടുക്കാം. ഫസ്റ്റ് വൺ, എനിക്ക് മേക്കപ്പ് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് എന്താണ്? ലിപ്സ്റ്റിക്. യെസ്, ലിപ്സ്റ്റിക്. ഞാൻ ഇങ്ങനെ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഇടാറില്ല, അങ്ങനെ ഇടാറില്ല. പക്ഷെ കുറെ ലിപ്സ്റ്റിക് എന്റെ കയ്യിലുണ്ട്. ലൈറ്റ് ആയിട്ട് ഇപ്പോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഇല്ലേ? ഇട്ടിട്ടുണ്ട്, നേരിയതായിട്ട് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്, ഇട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ടോ? നാച്ചുറൽ ആണെന്ന് തോന്നുന്നു അല്ലെ മമ്മി? സെക്കൻഡ്, ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? ഫ്രീ ടൈമിൽ എന്താ ചെയ്യാൻ ഇഷ്ടം? ബെഡ് കണ്ടാ ഉറങ്ങണം. യെസ്, ഉറങ്ങാനാണ് എനിക്കിഷ്ടം. ഇപ്പൊ ചില ആൾക്കാർ പറയും ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രി ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. തേർഡ് ക്വസ്റ്റ്യൻ, ടൈം കിട്ടുമ്പോൾ എവിടെ പോകാനാണ് എനിക്കിഷ്ടം? സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫേവറേറ്റ്സ് അത് പപ്പട നാട്ടിൽ തന്നെ. യെസ്, ഫ്രീ ടൈം. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ കല്യാണത്തിനൊക്കെ ഒരു ദിവസം ഞാൻ ലീവ് എടുക്കും ക്ലാസ്സിൽ നിന്ന്. 2 ദിവസം കൊണ്ട് ഇപ്പൊ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ സാറ്റർഡേ പോയിട്ട് മൺഡേ രാവിലെ തിരിച്ചെത്തും. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് കുറെ പ്രാവശ്യം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇനി ഫ്യൂച്ചറിൽ എവിടെ പോകാനാണ് ഇഷ്ടം? ഇതുവരെ പോകാത്ത സ്ഥലം, ഭാവിയിൽ എവിടെ പോകാനാണ് എനിക്കിഷ്ടം? അയ്യോ, ഒരു സ്ഥലം ഉണ്ടല്ല, കുളു മണാലി. കുളു മണാലി. പിന്നെ മാത്രമോളാം. പിന്നെ ഡൽഹിയില്. ഡൽഹിയിൽ ഞാൻ എപ്പോഴും പോണേ. പിന്നെ ഫോറിൻ സ്ഥലങ്ങളിൽ. എന്നാലും കുളു മണാലി ലഡാക്ക് ഒക്കെയാണ് എനിക്ക് താല്പര്യം. മമ്മിക്ക് എന്റെ ഏത് ക്വാളിറ്റിയാണ് ഇഷ്ടം? മമ്മിക്ക് ഇപ്പൊ ഒരാളെ കാണുമ്പോ ഈ കോച്ചിന്റെ ഈ സ്വഭാവം കൊള്ളാം. അപ്പൊ മമ്മിയുടെ മോളെ എനിക്ക് എന്റെ ഏത് ക്വാളിറ്റിയാണ് ഇഷ്ടം? എന്നെ കെയർ ചെയ്യാനുണ്ട് നന്നായിട്ട്. കെയർ അറിയണത്. കെയർ ചെയ്യാനുണ്ട്. പിന്നെ മാത്രമുള്ള കൊറേ ഉണ്ടല്ലോ. ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമുള്ള ജോലിയില്. പറങ്ങോട്ട് പൊക്കിയൊന്നും വേണ്ടുള്ള കാര്യം പറഞ്ഞാൽ മതി. പൊക്കണത്തിനാണ് പണികളെല്ലാം ചെയ്യും. പിന്നെ മമ്മിക്ക് എന്റെ സ്വഭാവത്തിൽ, മമ്മീനുമായിട്ട് കമ്പയർ ചെയ്ത് മൊത്തത്തിൽ ആൾക്കാർക്ക് എന്റെ ഏത് ക്വാളിറ്റി ആയിരിക്കും ഇഷ്ടപ്പെട്ടത്? 2 പറ. അതെന്തുകൊണ്ട്? എക്സ്പ്ലെയിൻ. ഒന്ന്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും പറയുന്നത് മൂത്താളപ്പോഴല്ല എല്ലാവരും സംസാരിക്കും, ഒരു ചിരി. ആ ചിരി നല്ലതാ. മമ്മിയുടെ ഫ്രണ്ട്സിന് സ്പെഷ്യൽ താങ്ക് യു. ഇനി ഞാനിപ്പോ എനിക്കിപ്പോ ഒരാളെ കണ്ട്, ഇപ്പൊ അതെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് ആകാം, എന്റെ റിലേറ്റീവ്സ് ആകാം, കസിൻസ് ആയിരിക്കാം. അപ്പൊ ഞാൻ അവരോട് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് ഞാൻ പറയുമ്പോ എനിക്ക് ഒരാൾ ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി, മമ്മീനായാലും പപ്പനായാലും ആരെയും ഫ്രണ്ട്സിലായാലും എനിക്ക് അവരിൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ഒരു നല്ല സ്വഭാവം ഉള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അവൾ മൈൻഡ് ചെയ്യാണ്ട് മാറി. അങ്ങനെയൊന്നും ഇല്ലട്ടാ. ഇപ്പൊ നല്ല സ്വഭാവമാണ് അങ്ങനെയല്ല. കണ്ടു ചിരിച്ച് നല്ല, ഇപ്പൊ എന്നെ പോലൊരു വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കണെങ്കിൽ അവള് അതേപോലെ തന്നെ ചിരിച്ച് വർത്താനം പറയും. ഒത്തിരി അല്ല, ഒരു ലിമിറ്റ് ഇട്ട് അവള് സംസാരിച്ച് നിൽക്കും. എനിക്ക് അധികം താല്പര്യം യോജിക്കുന്നില്ല. എനിക്കങ്ങനെ എന്റെ ഫ്രണ്ട്സ് നല്ല സ്വഭാവം എന്റെ ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെയൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല. നല്ല ഫ്രണ്ട്ലി, അതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ഇനി അടുത്തത്, മമ്മിക്ക് എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും അറിയും? കൊറേയൊക്കെ അറിയാം. റോഷ്ന, ചഞ്ചലി, ഷെറീറ്റ, മരിയ, പിന്നെ ലക്ഷദ്വീപിലുള്ള പെൺകൊച്ചിന്റെ പേരെന്താ? മൂർഷിദ, പിന്നെ ഹണി, പിന്നെ നിവ്യ, പിന്നെ ഒത്തിരി, പിന്നെ പേരെനിക്കറിയില്ല. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം പറ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ റോഷ്ന. ഇത് എന്റെ ഫ്രണ്ട്സിൽ തമ്മിൽ ഇടിപിടിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മമ്മി എന്റെ ഫ്രണ്ട്സിൽ ഒരാളുടെ പേര് വിട്ട്. ഓക്കെ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ എനിക്ക് തന്നെ പറയണല്ലോ. എനിക്ക് എല്ലാ ഫ്രണ്ട്സും ഈക്വലാണ്. കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പല സ്കൂൾ അങ്ങനെ കോളേജ് ഫ്രണ്ട്സ്, അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ബെസ്റ്റ് ആണെങ്കിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ പറഞ്ഞ ആൾക്കാരും എന്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ടാണ്. റോഷൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ മമ്മി ഒരാളുണ്ട്.
വിട്ടുപോയി. ഞാൻ പറയാം, ഈ വീഡിയോ കാണുമ്പോൾ അയാൾ എന്നോട് തല്ലു പിടിക്കുമ്പോണെങ്കിൽ അതാണ് ആരാണ് അയാൾക്കടെ പേര് പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച് ഫസ്റ്റേ അയാൾക്കടെ പേര് പറയുമെന്ന് വിചാരിച്ച്. ആ കുട്ടിയുടെ പേര് ആരാണ്? കുട്ടിയല്ല, നിന്റെ പപ്പയല്ലത്. എന്റെ ഫ്രണ്ട്സില് ഒരാള് എന്റെ നിരന്തരം എപ്പോഴും ഞാൻ അയാളുമായിട്ടായിരിക്കും സംസാരം, ഫോൺ വിളി, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഒരു ദിവസം 10-15 പ്രാവശ്യം എങ്കിലും ആ കൊച്ചിന്റെ പേര് ഞാൻ വീട്ടിൽ പറയും. എന്നിട്ട് ഓർമ്മയില്ല. മനസ്സിലായില്ലേ? അയ്യോ, ഒരു പേരിന്റെ അത് ഞാൻ വിചാരിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ ഫസ്റ്റ് ആ കൊച്ചിന്റെ പേര് പറയാൻ വിചാരിച്ചു. ഷെറീറ്റേ എന്റെ എല്ലാരും ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റില് ഒരാളുടെ പേര് വിട്ടുപോയി. എനിക്ക് മനസ്സിലാക്കി കിട്ടാത്തോണ്ടായിരിക്കും. ടാനിയ. ജോഷ്ന എന്ന് പറഞ്ഞത് ഞാൻ ടാനിയനാണ് ഉദ്ദേശിച്ചത്. സത്യം സത്യം സത്യം. ഈ ജോഷ്ണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ടാനിയ. സോറി സോറി, ഞാൻ ഈ ടാനിയ ഇന്ന് രാവിലെയും കൂടി ആ കൊച്ചിനെ വിളിച്ചുള്ള ടാനിയെന്ന്, ആ ചുരുളം മുടിയുള്ള കൊച്ചി, ഈ മറ്റേ വടുതര എവിടെ, അതാ ടാനിയാണ്. അതായത് റോഷ്നി, ടാനി, ഷെറീറ്റ, അനഘ, മുർഷിദ, ഗ്രീഷ്മ, മരിയ, ബബീന, അങ്ങനെ കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. എല്ലാരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ മമ്മിക്ക് പെട്ടെന്ന് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ പറഞ്ഞ പേര് റോഷ്ന. പിന്നെ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പറയാൻ വിട്ടുപോയതാണ് ടാനിയ. സോ ഇത് കണ്ടുപിടിക്കുമ്പോൾ ആരും എന്നോട് വഴക്കിടരുത്, എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ മമ്മിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ എത്രത്തോളം അറിയാം എന്നാണ് ഞാൻ കൊച്ചിനെ എനിക്ക് അറിയാതെ ഈ കൊച്ചിനോട് ഞാൻ എപ്പോഴും സംസാരിക്കണം, പക്ഷെ ഞാൻ പേര് മാറിപ്പോയതാണ്. സോ കരണ്ട് പോയി, അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. ക്ലൂ വേണം. ഒരു ഹിന്ദി പാട്ടാണ്. ഈ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പാടാറുണ്ട്. ഏതാണ്? ബുദ്ധിമുട്ടായിരിക്കും ആ പാട്ട് കിട്ടാൻ. അല്ല, തോറ്റത് കിട്ടാൻ ചാൻസ് ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ദിൽ ദിയാൻ ഗല്ല കച്ചി ഡോരിയോ പാട്ടാണ് ഞാൻ എപ്പോഴും പാടുന്നത്. എനിക്ക് പാട്ട് പാടാനാണ് ഇഷ്ടം, ഡാൻസ് കളിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഡാൻസ് കളിക്കാനാണ് ഇഷ്ടം. എനിക്ക് പാട്ട് കാണാനാണോ ഇഷ്ടം, ഡാൻസ് കാണാനാണോ ഇഷ്ടം? എനിക്ക് പാട്ട് കാണാനാണ് ഇഷ്ടം. യെസ്, എനിക്ക് ഇഷ്ടം ഡാൻസ് ആണ്. പക്ഷെ കാണാൻ ഇഷ്ടം, കേൾക്കാൻ ഇഷ്ടം പാട്ട്, കാണാം കേൾക്കാൻ ഇഷ്ടം പാട്ടാണ്. സോ ഇനി എന്തെങ്കിലും കുറിച്ച് പറയാനുണ്ടോ നമുക്ക്? ഈ റൗണ്ടിനെ കുറിച്ച് പറയാനുണ്ടോ? ഈ റൗണ്ടിനെ കുറിച്ച് വെച്ചാൽ എനിക്ക് തെറ്റൊന്നും പറ്റൂലായിരുന്നു. എനിക്ക് തെറ്റൊന്നും പറ്റൂലായിരുന്നു. കുഴപ്പിക്കണ ചോദ്യം ഫ്രണ്ട്സിൽ ടാനിയുടെ പേര് പറയാ വിട്ടുപോയതിന് ഭയങ്കര സങ്കടമുണ്ട്. അതേപോലെ അനാർക്കലി സിനിമ, അതെനിക്ക് ഇവിടെ ഒരു ക്ലൂ തന്നാ ഞാൻ ക്ലൂ ചോദിച്ചു. ഈ നേവി എന്ന് പറഞ്ഞെങ്കിൽ നേവി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മതി മതി മതി. ഡിസ്ലൈക്സ് ആണ് കേട്ടോ. എന്താ എനിക്ക് എന്തൊക്കെ ഇഷ്ടം കേട്. മലയാളത്തിൽ പറ, എന്നോട് ഇംഗ്ലീഷ് പറയരുത്. എനിക്കാണെങ്കിൽ മലയാളമാണ് ബുദ്ധിമുട്ട്. ആ പറയാം. എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടക്കേട്. ഫസ്റ്റ് തന്നെ മമ്മിക്ക് എന്നിൽ ഇഷ്ടമില്ലാത്ത കാര്യം. അങ്ങനെ ഉണ്ടാവുമല്ലേ, എപ്പോഴും ഇഷ്ടപ്പെട്ടിരിക്കാൻ പറ്റൂല, ഇഷ്ടക്കേടോ ഉണ്ടാവും എന്നില്. അതെന്താണ്, എന്തുകൊണ്ട്? ഇത് ആലോചിക്കണത്. മമ്മിക്ക് എന്റെ ക്യാരക്ടറിൽ ഇഷ്ടമില്ലാത്ത ദേഷ്യം വരും, പെട്ടെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ദേഷ്യം വരും. അതെനിക്ക് ഇഷ്ടമല്ലല്ലോ. മമ്മി എപ്പോഴും എന്തുകൊണ്ടാണ് മമ്മി എപ്പോഴും എന്നെ പറയാറുണ്ട്. എപ്പോഴും വഴക്ക് പറയും, അടിയും കിട്ടാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും വഴക്കും അടിയും കിട്ടണത്? അത് ചേച്ചിനോടാണ് കൂടുതൽ ഇഷ്ടം, ചേച്ചിനോടാണ് കൂടുതൽ ഇഷ്ടം ഞാൻ എപ്പോഴും പറയുമല്ലോ. കറക്റ്റാണ്. ഈ വീഡിയോ കണ്ടിട്ടെല്ലാം എല്ലാവർക്കും അറിയാം ചേച്ചിനോടാണ് പപ്പക്കും മമ്മി എന്റെ ഫ്രണ്ട്സ് ഇഷ്ടം. ഇത് വെറുതെ തോന്നലാണ്. ഒരമ്മക്ക് 2 മക്കളെ ഇഷ്ടമാണ്. പക്ഷെ ഇതല്ല എപ്പോഴും ഞാൻ വഴക്ക് പറയുന്നത്. മമ്മിക്ക് എന്നെ അടിക്കാനും വഴക്ക് പറയാനുള്ള ഒരു ഉത്സാഹം വരൂലേ, അത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ ഉത്സാഹം. നല്ല ഉത്സാഹമായിരിക്കും. നല്ല എണീക്കാത്തോണ്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കല 9 മണിയായാലും എണീക്കല്ല. ഭയങ്കര ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത പോലേക്കും എന്നെ അടിക്കാനും വഴക്ക് പറയാനും ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ ദിവസവും വഴക്കും അടിയും കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കിട്ടിയില്ലെങ്കിലേ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ അടിയും വഴക്കും കിട്ടാൻ വേണ്ടി മാക്സിമം ഞാൻ എന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്ന കുരുത്തക്കേട്
നീ എപ്പോഴും ചെയ്യണ ഉരുത്തക്കേടെന്ന് വെച്ചെന്നാല് പറ. ഇത് ഞാനൊരു പണി ഞാൻ വല്ല കുറ്റക്കേടുണ്ടോ? ഉരുത്തക്കേടല്ലേ ഉള്ളു. എന്നാ ഒരു 5 പറയാൻ പറ്റും. 5 പറഞ്ഞ ഞാനിപ്പോ ഒരു ജോലിക്ക് പോയത്, ഇപ്പൊ ഞാൻ പാത്രം കഴുകാൻ പോയാ എന്നോട് ഒന്ന് ഇയാളെ ചെയ്യണ പണി അടിച്ച് തുടച്ച് ഇടുക. ഇതുകൊണ്ട് ഇയാക്കടെ വീട്ടിലെ കുടുംബത്തെ പണിയാണ്. ചിലപ്പോ പിന്നെ ഇയാൾ ചെയ്യില്ല ചെയ്യും. വൈരുദ്ധ്യമുണ്ട്. ആദ്യം പറഞ്ഞ എല്ലാ പണിയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഒരാള് ഞാൻ ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനിപ്പോ കറി വെക്കാൻ പോകുമ്പോ ഞാൻ മീൻ വെട്ടുമ്പോ ഇയാളത് തേങ്ങ ചേരണ്ടി ഇങ്ങനെയൊക്കെ തന്നെ തന്നില്ലെന്ന്. ഇന്നലെ തന്നില്ലല്ലോ. ഓ ഇന്നലെ മീൻ വെച്ചില്ലല്ലോ വീട്ടിൽ. കുരുത്തക്കേട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. കുരുത്തക്കേട് എപ്പോഴും ഡാൻസും കളിച്ചു കിടക്കും. അത് കുരുത്തക്കേടാണോ? കുരുത്തക്കേടല്ലേ. പിന്നെ ഉറങ്ങാൻ കിടക്കും. അത് കുരുത്തക്കേടാണ്. പിന്നെ ഈ ഇതിന് തന്നെ ഈ ചാർത്തിയാനിത്തിയും കൂടെയുള്ള പ്രശ്നം. മമ്മിയായിട്ടാണ് പ്രശ്നമല്ല. നമുക്ക് അങ്ങനെയല്ല. അയാളെ ഞാൻ എന്തെങ്കിലും കുട്ടിക്കാറുണ്ടോ? എന്റെ ദൈവമേ, ഈ വീട്ടില് ഒരു ലോക്ക് പോലും ഇല്ല. സത്യം പറയണേ, എല്ലാം വലിച്ചു പറിച്ച് കളയും. സ്വിച്ച് ബോർഡ്, ലോക്ക്, ബാത്റൂമിന്റെ പുതിയതാണെങ്കിൽ അതോട് വലിച്ചു പറിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഈ കുർത്തക്കേടാണ് ഉദ്ദേശിച്ചത്. മമ്മി ഡാൻസ് കളിക്കുന്ന കുർത്തക്കേടല്ല, അത് എന്റർടൈൻമെന്റ് ആണ്. മമ്മി എന്നെ പറയാറുണ്ട്, ഞാൻ ഡൽഹിക്ക് പോകുമ്പോ വീട്ടിയുടെ ഉറങ്ങിപ്പോയും കിടക്കും. കാരണം ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ്. അത് എഗ്രി ചെയ്യുന്നു ഇല്ലയോ? അത് ഞാനും അങ്ങനെ ഉള്ളതുകൊണ്ടാണ് തനിക്കത് ഇൻട്രസ്റ്റ്. മതി തള്ളി ഇതായി. ഇപ്പൊ എന്റെ ക്യാരക്ടറിൽ എനിക്ക് ഒരു കാര്യം കൊടി ചേർത്താൽ ഞാൻ പെർഫെക്റ്റ് ആവില്ല. ആരും പെർഫെക്റ്റ് അല്ല, കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ എന്താണ്? സന നല്ലതാണ്, നല്ല സ്വഭാവമാണ്, സന നല്ലതാണ്, എല്ലാം കൊള്ളാം, എല്ലാ ജോലിയിലും എന്നെ സഹായിക്കാറുണ്ട്, സൂപ്പറാണ്, എല്ലാം കൊള്ളാം. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്നങ്ങാട് അവൾക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ സ്നേഹിച്ച് അത്രയും നമുക്ക് അങ്ങാട് അവളെ ഇതായിപ്പോ ഇച്ചിരി നേരമായിരിക്കും. പക്ഷെ ഭയങ്കര ദേഷ്യം, അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ദേഷ്യം വരുന്ന 2-3 സന്ദർഭം, സിറ്റുവേഷൻസ് പറയാം. സിറ്റുവേഷൻസ് എന്താ പറഞ്ഞ, ഞാൻ വിളിക്കുമ്പോ എന്റെ കൂടെ വന്നില്ലെങ്കിലും എനിക്ക് ദേഷ്യം കയറും. നിങ്ങൾ ഉറങ്ങിക്കിടക്കും. ഞാൻ ഈ വയസ്സാം കാലത്ത് കിടന്ന് പണിയെടുക്കുമ്പോ, വയസ്സാം കാലത്ത് എങ്ങാണ് ഉറങ്ങുമ്പോ എന്റെ കൂടെ പോയിട്ട് അനിയത്തിയാണേ 7:30 മണിക്ക് പോകണം. ഇവിടെ 5:30 എണീക്കണം. മതി. ഇത് എന്റെ കുറ്റം പറയാനുള്ള വേദിയല്ല, ഇത് എന്റെ യൂട്യൂബ് ചാനൽ. ഞാൻ മാക്സിമം എന്നെ പുകറ്റി പറയുന്നു. അങ്ങനെ കൂടുതൽ എനിക്ക് സ്വന്തം മക്കളെ അങ്ങനെ എനിക്ക് പുകഴ്ത്തണ ഇഷ്ടമല്ല. അങ്ങനെ പുകഴ്ത്തണ്ട, ഉള്ള കാര്യം പറഞ്ഞാൽ മതി. ശരി, ഓക്കെ. ഇവിടെ ഇനി ഈ വീഡിയോ കഴിയുമ്പോ ഞാനും മമ്മിയും തമ്മിലിടിയായി എന്നാണ് എന്റെ നിഗമനം. ഇവിടെ നോക്ക്, എപ്പോഴും അവിടെ നോക്കണം. ഇനി നമ്മുടെ ലൈക്കും ഡിസ്ലൈക്കും റൗണ്ട് തീർന്നു. ഓക്കെ എന്ന് പറയാല്ലേ, കുഴപ്പമില്ലായിരുന്നു. റൗണ്ട് ഇടിയായിരുന്നു. അടുത്ത റൗണ്ട് മമ്മി ആൻഡ് മീ. എന്ത് തരം ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ റൗണ്ടിൽ? എന്തെങ്കിലും ഗസ്? മമ്മിയാ മീ എന്ന് ചോദിക്കും, എന്താന്ന് മനസ്സിലായിട്ടും കൂടി ഇല്ല. വെറുതെ നമ്പർ അടിക്കണേണ്. മമ്മി ആൻഡ് മീ, മമ്മിയും ഞാനും. അങ്ങനെ നമ്പറാണ്, മുട്ടൻ നമ്പറാണ്, ഭയങ്കര നമ്പർ ആദ്യം. എനിക്ക് വല്ല സീക്രട്സ് ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല, ഒന്നും തെറ്റും. എനിക്ക് സീക്രട്സ് ഉണ്ട്. എന്താ? അയ്യേ പറ്റിച്ചേ. കണ്ണും പൊട്ടി എനിക്ക് സീക്രട്സ് ഇല്ല. കണ്ണും പൊട്ടി. അപ്പൊ ഇത്രയും മമ്മിക്ക് ഇത്രയും എന്താ പറയുക, കോൺഫിഡന്റ് അതാണ് പറ്റിക്കാൻ നോക്കിയതാണ് കേട്ടോ. എനിക്ക് സീക്രട്സ് ഒന്നുമില്ല. എനിക്കൊരു സീക്രട്സ് ഇല്ല. എനിക്ക് സീക്രട്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പോകുന്നതാണ് എന്റെ ഒരു സ്വഭാവം. എനിക്ക് സീക്രട്സ് ഒന്നുമില്ല. എല്ലാ എന്റെ ഫ്രണ്ട്സിനും ഫാമിലിയും പപ്പ മമ്മി ഫസ്റ്റ് ഫ്രണ്ട്സിനോട് എല്ലാം പറയുമ്പോൾ ഞാൻ പപ്പ മമ്മയുടെ മാത്രമേ ഫസ്റ്റ് പറയാറുള്ളൂ. സീക്രട്സ് ഒന്നുമില്ല, ഓപ്പൺ ബുക്കാണ്. പിന്നെ അടുത്തത്, ഞാനും മമ്മിയും തമ്മിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള വല്ല സ്വഭാവം, എനിക്ക് മമ്മിക്ക് സെയിം ആയിട്ട് വല്ല സ്വഭാവം എന്തെങ്കിലും ഉണ്ടാ? നടത്തം, ചിരി. ഓ ചെപ്പത്ത് ചിരിച്ചു കാണിക്കണ്. ചിരി നന്നായി മമ്മി പറഞ്ഞില്ല. ഞാനും ഇവളും കൂടി ഒരു ദിവസം നടന്നു പോയപ്പോ എന്റെ ഫ്രണ്ട് ദിവ്യ പറഞ്ഞു, എന്റെ ചേച്ചി രണ്ടും കൂടി നടന്നിട്ടേ അമ്മ നടക്കണ പറഞ്ഞ മകള് നടക്കണേന്ന് അവള് പറഞ്ഞു. എന്റെ അനിയത്തിയാണെന്നാണ് പറഞ്ഞത്, എന്നാണ് വേഗിക്കണത്. വെറും തോന്നൽ മാത്രം. ഇനി ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, മമ്മി എനിക്കും പറയാറുണ്ട്
എന്റെ ഹെയറും മമ്മിയുടെ ഹെയറും സെയിം ആണ്. എന്റെ ഫേസിന്റെ കട്ട് പപ്പയുടെ ആ സൈഡാണ്. പിന്നെ അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ്. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ഞാൻ എന്റെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് പേര് പറ. ഇനി ഫ്രണ്ട്സ് ലിസ്റ്റിൽ അവരുടെ പേര് വിട്ടെന്ന് പറഞ്ഞിനി അധികം വേറെ പ്രശ്നം വേണ്ട. പറ. ബോയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് വേഗം പറ. ഇന്നാളൊരു പെങ്കൊച്ചക്കം ഫോൺ ചെയ്തല്ലടി, നിനക്ക് ചെയ്തു തന്നിട്ട് ഏതാണൊക്കെ ടെസ്റ്റ് എഴുതാൻ വേണ്ടിട്ട്. സാംസൺ, പിന്നെന്താ ഡോണൽ, മിലൻ, അക്ഷയ്. കല്യാണത്തിന് വന്ന എല്ലാവരുടെ പേര് എനിക്കറിയാം. കല്യാണത്തിന് വന്ന എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഓക്കെ. പിന്നെ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അമ്മയെന്ന നിലയിൽ അമ്മ സാറ്റിസ്ഫൈഡ് ആണോ ഈ ഒരു മോളെ കിട്ടിയതിൽ? ഭയങ്കര സാറ്റിസ്ഫൈഡ്. എത്ര? 101. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.